ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇന്ത്യ പൊളിറ്റിക്കൽ ടോക്ക്. ബീഹാർ രാഷ്ട്രീയത്തിനെ കുറിച്ച് നമ്മൾ 2 ദിവസം മുൻപും ഒരു വീഡിയോയിൽ ഒരു മൂന്നാം മുന്നണിയുടെ ഉദയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നല്ല. പക്ഷേ അത് നമ്മൾ പരാമർശിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം മുന്നണിയുടെ സാധ്യതകളെ കുറിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യത്യസ്തമായ വേറൊരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ AIMIM നേതാവ് അസറുദ്ദീൻ ഒവൈസി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മുന്നണി രൂപീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി 100 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അസറുദ്ദീൻ ഒവൈസിയെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിച്ചിരുന്നു. 5 സീറ്റുകളും അവരുടെ പാർട്ടി നേടിയെങ്കിലും അതിൽ 4 MLA-മാരും ഇപ്പോൾ തേജസ്വി യാദവ് നേതൃത്വം കൊടുക്കുന്ന RJD-ക്കൊപ്പമാണ്. അതാണ് അതിന്റെ വസ്തുത. അദ്ദേഹം 25 സീറ്റിലോ മറ്റോ മത്സരിച്ചിരുന്നു, 20 സീറ്റിലോ മത്സരിച്ചിരുന്നു, 5 സീറ്റ് നേടുകയും ചെയ്തു. പക്ഷേ നിലവിൽ അദ്ദേഹത്തിന്റെ ഒപ്പം പാർട്ടിയിൽ നിലവിൽ ഒരു MLA മാത്രമാണുള്ളത്. ബാക്കി 4 പേരും കൂറുമാറി തേജസ്വി യാദവിന്റെ പാർട്ടിയായ RJD-യിൽ ചേർന്നു. അപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ഒരു MLA ആണ് അവിടെയുള്ളത്. MLA മാത്രമാണ് അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയിൽ അവശേഷിക്കുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ, അദ്ദേഹം RJD വിട്ട ഒരു നേതാവാണ്. നിലവിൽ MLA ആണ്. RJD നേതാവ് തേജസ്വി യാദവിന്റെ സഹോദരനുമാണ് അദ്ദേഹം. തേജ് പ്രതാപ് യാദവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു പാർട്ടിയുണ്ട്, ജനശക്തി ജനതാദൾ. അസറുദ്ദീൻ ഒവൈസിയുടെ AIMIM-മായി സഖ്യം ഉണ്ടാക്കിയേക്കും എന്ന പുതിയ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അതേക്കുറിച്ച് പറയുന്നത്. അസറുദ്ദീൻ ഒവൈസിയുമായി ഈ ജനശക്തി ജനതാദൾ, തേജസ്വി യാദവിന്റെ സഹോദരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. RJD നേതാവ് തേജസ്വി യാദവിന്റെ സഹോദരനുമായ തേജ് പ്രതാപ് യാദവ്, അദ്ദേഹത്തിന്റെ പേരതാണ്. അദ്ദേഹമാണ് ഈ പുതിയ പാർട്ടിയല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി നിലവിൽ അദ്ദേഹം MLA ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയും AIMIM-മായി സഖ്യമുണ്ടാക്കി പുതിയൊരു രാഷ്ട്രീയ സമവാക്യം അവിടെ രൂപപ്പെടുകയാണ്. മായാവതിയുടെ BSPയും ഈ സഖ്യത്തിൽ ചേരും. കഴിഞ്ഞ പ്രാവശ്യവും മായാവതിയുടെ BSPയുമായി സഖ്യം അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു, AIMIM-നുണ്ടായിരുന്നു. അവർ തമ്മിൽ തന്നെ വേറെ 1-2 പാർട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ മുന്നണിയായി മത്സരിച്ചു. അവർ 5 സീറ്റ് അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി നേടുകയും ചെയ്തു. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വസ്തുത. അടുത്ത ദിവസങ്ങളിലായി ഒവൈസി 100 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, 100 സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ ഒരു പുതിയ മുന്നണിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. മഹാസഖ്യത്തിൽ ഇടം നേടാൻ വേണ്ടി ഒവൈസി ശ്രമിച്ചിരുന്നു എന്നും ഇതിനു മുൻപ് ഒക്കെ വാർത്തകളിൽ വന്നിരുന്നു. അദ്ദേഹം 6 സീറ്റാണ് RJD-യോട് ചോദിച്ചത്, അതിൽ അവർ മറുപടി പറഞ്ഞില്ല എന്നൊക്കെയാണ് ഒവൈസിയുടെ വാദങ്ങൾ. അതിന്റെ കാര്യങ്ങൾ വിശദമായി നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാലും 6 സീറ്റാണ് ഒവൈസി ചോദിച്ചതെങ്കിലും അദ്ദേഹം തേജസ്വി യാദവ് അനുകൂലമായി പ്രതികരിച്ചില്ല എന്നൊക്കെയാണ് ഒവൈസിയുടെ വാദം. ഏതായാലും അദ്ദേഹം ഇപ്പോൾ 100 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുകയാണ്. ഒരു പുതിയ മുന്നണി രൂപീകരിക്കുകയാണ്. ലാലു പ്രസാദിന്റെ മൂത്ത മകനുമായി പാർട്ടി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയേക്കും, പുതിയ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയേക്കും. മായാവതിയുടെ BSPയും അതിൽ കൂടും. ഇതൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിലും ആ മുന്നണി ഉണ്ടായിരുന്നു. അതിൽ ഇനി ആരൊക്കെ കൂടും, അസറുദ്ദീൻ ഒവൈസിയുമായി ആരൊക്കെ കൂടും എന്നത് മാത്രമാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഒരു പുതിയ സഖ്യം ബീഹാറിൽ രൂപപ്പെടുവാൻ പോവുകയാണ്. 100 സീറ്റിൽ അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി മാത്രം മത്സരിക്കും. പിന്നെ സഖ്യകക്ഷികൾ ഉണ്ടെങ്കിൽ അവർ അവരുടെ സ്വാധീന മണ്ഡലങ്ങളിൽ അവരും മത്സരിക്കും. അപ്പോൾ അത്രയും മണ്ഡലങ്ങൾ, 100ന്റെ പുറത്തുള്ള മണ്ഡലങ്ങളിൽ ഇവരുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പുതിയ തന്ത്രവുമായി ഇപ്പോൾ അസറുദ്ദീൻ ഒവൈസിയുടെ രംഗപ്രവേശം എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതിനെ വിലയിരുത്തുന്നത്. 6 സീറ്റാണ് മഹാസഖ്യത്തോട്
ആവശ്യപ്പെട്ടത് എന്നും എന്നാൽ അവർ അത് നിരസിച്ചു എന്നൊക്കെയാണ് വാർത്ത വരുന്നതെങ്കിലും എന്തായാലും 100 സീറ്റിൽ അസറുദ്ദീൻ ഉവൈസി സ്വന്തമായിട്ടും മറ്റ് സഖ്യകക്ഷികൾ അതിന്റെ പുറമെയും മത്സരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ഫോളോ അപ്പ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അസറുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിക്ക് അവിടെ സ്വാധീനമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 2020 മായാവതിയും അസറുദ്ദീൻ ഉവൈസിയും വേറൊരു പാർട്ടിയും ഉണ്ടായിരുന്നു. 3 പാർട്ടികളും കൂടി അസറുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി മാത്രം 5 സീറ്റ് നേടി എന്നതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനുള്ള സ്വാധീനം അവിടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് നിരസിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 5 സീറ്റ് നേടി എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ 4 MLA-മാരും മറുകണ്ഠം ചാടി എന്നതും വസ്തുതയാണ്. എങ്കിലും 5 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണ്, നിസ്സാരമല്ല. അത് ഒരു വസ്തുതയാണ്. അപ്പോൾ അവരുടെ ഒരു പുതിയ മുന്നണി രൂപീകരിക്കപ്പെടുമ്പോൾ അത്രയും സീറ്റ് മത്സരം, ത്രികോണ മത്സരം, അവിടെ അത്രയും സീറ്റിൽ ത്രികോണ മത്സരം അവിടെ സംഭവിക്കാൻ പോവുകയാണ്. NDA ഇന്ത്യ മുന്നണി ഇപ്പൊ ഈ രൂപീകരിക്കപ്പെടുന്ന മുന്നണി. ഇനി ഒരു മുന്നണി കൂടി രൂപീകരിക്കപ്പെടുമോ എന്നതും ഇനി അറിയാൻ ഉള്ള കാര്യമാണ്. അത് നമ്മൾ 2 ദിവസത്തെ മുൻപത്തെ വീഡിയോയിൽ അത് വിശദമായി പറഞ്ഞിരുന്നു. രാഷ്ട്രീയ വിദഗ്ധൻ, തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി രൂപീകരിക്കപ്പെടുമോ എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഏതായാലും ആ മുന്നണിയും ഇനി രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ മുന്നണി കൂടുതൽ മുന്നണികളായി. ഏതായാലും ത്രികോണ മത്സരം ഏകദേശം ഉറപ്പായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അസറുദ്ദീൻ ഉവൈസിയുടെ പ്രസ്താവനകളിൽ നിന്നും ഈ മുന്നണി രൂപീകരണ ചർച്ചകളിൽ നിന്നും അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ത്രികോണ മത്സരം ഏകദേശം ബീഹാറിൽ ഉറപ്പായി കഴിഞ്ഞു. ഇനി ചതുർകോണ മത്സരം സംഭവിക്കുമോ എന്നത് മാത്രമാണ് ഇനി നോക്കാനുള്ളത്. ഏതായാലും കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് നേടിയ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് വളരെ നിസ്സാരമല്ല എന്നതും അതിൽ ഒരു വസ്തുതയാണ്. ഏതായാലും അസറുദ്ദീൻ ഉവൈസി 100 സീറ്റിൽ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ സഖ്യത്തിൽ ആരൊക്കെ കൂടും എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. തേജസ്വി യാദവിന്റെ സഹോദരൻ ഈ സഖ്യത്തിൽ ഉൾപ്പെടുമോ? മായാവതി കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഒന്നിച്ച് മത്സരിച്ചതാണ്. അവർ ഉൾപ്പെടുമോ, അവരുടെ BSP ഇതിൽ ഉൾപ്പെടുമോ എന്നൊക്കെയാണ് ഇനി അതിനെപ്പറ്റി വീക്ഷിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊരു മുന്നണിയായി, അതല്ല അസറുദ്ദീൻ ഉവൈസി ഒറ്റക്കാണെങ്കിൽ അതൊരു പാർട്ടിയായും ഒരു മത്സരവും ഇനി ബീഹാറിൽ പ്രതീക്ഷിക്കുക. ഏതായാലും ത്രികോണ മത്സരം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. 100 സീറ്റിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ആ 100 സീറ്റിൽ ത്രികോണ മത്സരം ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ സ്വാധീനം കൂടുതലുള്ള മണ്ഡലങ്ങളും കുറവുള്ള മണ്ഡലങ്ങളും ഒക്കെ ഉണ്ടാകും. ഏതായാലും ത്രികോണ മത്സരം എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം സ്വാധീനമുള്ള മണ്ഡലത്തിലാണല്ലോ ത്രികോണ മത്സരം സംഭവിക്കുക. അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിലുള്ള ഒരു മത്സരമായിരിക്കും. ഏതായാലും 5 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ ഇലക്ഷനിൽ നേടി എന്നത് ചെറിയ കാര്യമല്ല. ചെറിയ പെട്ടെന്നൊന്നും 5 സീറ്റ് നേടുവാൻ ചെറിയ പാർട്ടികൾക്കൊന്നും സാധിക്കില്ല. അപ്പൊ 5 സീറ്റ് നേടാനുള്ള സ്വാധീനം അവർക്കുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഏതായാലും അസറുദ്ദീൻ ഉവൈസിയുടെ പ്രഖ്യാപനത്തോടു കൂടി 100 സീറ്റിൽ അവർ മത്സരിക്കുന്നു എന്നതും ഒരു മുന്നണി രൂപീകരിക്കുന്നു എന്നതും പുതിയ പാർട്ടികളെ അതിലേക്ക് ക്ഷണിക്കുന്നു എന്നതും ഒക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അപ്പോൾ ഒരു ത്രികോണ മത്സരം, ഒരു 3ാം മുന്നണി ബീഹാറിൽ ഉറപ്പായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബീഹാർ വിശേഷങ്ങൾ, ഇനിയും അതിന്റെ ഫോളോ അപ്പുകളോ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഒക്കെ വരുന്ന മുറക്ക് അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.